എമ്പുരാൻ, റൈറ്റർ മുരളി ഗോപി, ഡയറക്റ്റഡ് ബൈ പൃഥ്വിരാജ് സുകുമാരൻ. ലൂസിഫർ എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിട്ടുള്ള സിനിമയാണ് ആക്ച്വലി എമ്പുരാൻ എന്ന് പറയുന്നത്. സ്റ്റാറിങ് വൺ ആൻഡ് ഓൺലി മോഹൻലാൽ. മോഹൻലാലിൻ്റെ കൂടെ തന്നെ ലൂസിഫറിലുള്ള ഒട്ടുമിക്ക ആളുകളുണ്ട്. ടോവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത് സുകുമാരൻ. അതല്ലാതെ വന്നിട്ട് സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ കുറച്ചധികം ഫോറിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാനിങ്ങനെ ഇംഗ്ലീഷ് പടങ്ങൾ ഒരുപാട് കാണാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ, പക്ഷേ ഗെയിം ഓഫ് ത്രോൺസിലുള്ള പുള്ളിക്കാരനെ അതിനകത്ത് അറിയാം. അങ്ങനെ ഒരുപാട് വലിയൊരു ക്യാൻവാസിൽ വന്നിട്ടുള്ള സിനിമയാണ്. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി എമ്പുരാൻ വന്നിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇങ്ങനത്തെ ഒരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഹൻലാൽ ഇല്ലാതെ, പൃഥ്വിരാജിനെ പോലെ ഒരു ഡയറക്ടർ ഇല്ലാതെ ഇങ്ങനത്തെ ഒരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ അത്തരത്തിലുള്ള ഒരു അത്രയും വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി എമ്പുരാൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ആശീർവാദ് സിനിമാസാണ് പ്രൊഡക്ഷൻ. അത് ആശീർവാദിൻ്റെ കൂടെ ഗോകുലം ഗോപാലനും അതുപോലെ തന്നെ ലൈക്ക പ്രൊഡക്ഷൻസും വന്നിട്ട് ചേർന്നിട്ടാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് കളക്ഷൻ പെർസ്പെക്റ്റീവിലായി കഴിഞ്ഞാലും റീസെയിൽസിൻ്റെ പെർസ്പെക്റ്റീവിലായി കഴിഞ്ഞാലും ഒരു മലയാള സിനിമയുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള സിനിമയാണ് ആക്ച്വലി എമ്പുരാൻ എന്ന് പറയുന്നത്. അതൊരു ഹൈപ്പ് ഒരു പെർസ്പെക്റ്റീവ്. അതിന് പുറമെ ആക്ച്വലി ലൂസിഫർ യൂണിവേഴ്സ്, അതായത് ആ സിനിമാറ്റിക് അതിൻ്റെ ഉള്ളിലോട്ട് വരുന്നത് കൊണ്ടുള്ള ഒരു ഹൈപ്പും കൂടെ ചേർന്നിട്ടാണ് ആക്ച്വലി ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ഹൈപ്പ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. ഭയങ്കര അത്ഭുതമായിരുന്നു ആക്ച്വലി പ്രീ സെയിൽസ് കാണുന്ന സമയത്ത്. അത്രയും സ്ഥലങ്ങളിൽ ഒരു മലയാള സിനിമ കൊണ്ടുപോയി റീച്ച് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമുള്ളതല്ല. സോ ഇന്നത്തെ സെയിലും അതുപോലെ തന്നെ ഇന്നത്തെ തിയേറ്ററിക്കൽ റഷൊക്കെ കാണുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു 4-5 ഡേയ്സേക്ക് ഇതേപോലെ തന്നെയുള്ള റഷ് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇതൊരു മൈൽ സ്റ്റോൺ ആണ് ആക്ച്വലി. അതാണ് ആക്ച്വലി എമ്പുരാനെ പറ്റിയിട്ട് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. പടത്തിലേക്ക് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട ഒരു ആളെന്ന് പറയുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. പൃഥ്വിരാജിൻ്റെ ഒരു ക്യാൻവാസ്, ഈ സിനിമ ചെയ്തിട്ടുള്ള ഒരു ക്യാൻവാസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. പ്രൊഡക്ഷൻ ഡിസൈൻ ഭയങ്കര റിച്ചായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളതാണ് ആക്ച്വലി പറയാനുള്ളത്. ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ ആണ് ആക്ച്വലി സിനിമ വരുന്നത്. പൃഥ്വിരാജിൻ്റെ ഒരു വിഷൻ ഉണ്ടാവില്ല. മുരളി ഗോപിയാണ് റൈറ്റർ എങ്കിലും പൃഥ്വിരാജിൻ്റെ ഒരു വിഷനാണ് ആക്ച്വലി സിനിമ പല ഏരിയാസിലും പല സ്ഥലങ്ങളിലും ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ക്യാമറാമാൻ സുജിത് വാസുദേവാണ്. അതുപോലെ തന്നെ ഫിലിമിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവാണ്. മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ദീപക് ദേവാണ്. ഈ പടത്തിനെ പറ്റി 2 രീതിയിൽ പറയുന്ന സമയത്തേക്കെന്ന് വെച്ചാൽ, ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിലോട്ട് വരുന്ന സമയത്തെന്ന് വെച്ചാൽ നമുക്ക് ഇനീഷ്യൽ ഒരു സെറ്റ് പീസ് നമുക്കൊരു എന്താ പറയുക ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നുണ്ട്. സയ്യിദ് മസൂദ് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ ഫ്ലാഷ് ബാക്കിലോട്ട് വരുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറൈസേഷന് തന്നെ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലാഷ് ബാക്കിന് വേണ്ടിയിട്ട് അറൗണ്ട് 30-35 മിനിറ്റ്സ് എടുക്കുന്നുണ്ട് ഈ സിനിമേൻ്റെ അകത്തേക്ക്. ഇവൻ ദോ അത് ഒരു മേക്കിംഗ് ശൈലിയൊക്കെ വന്നിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടി അത്രയും ലാഗ് ഈ സിനിമക്ക് വേണമായിരുന്നു. അത്രയും വലിയൊരു ഇൻട്രൊഡക്ഷൻ, അത്രയും വലിയൊരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ. കാരണം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതിൻ്റെ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ലൂസിഫർ നിർത്തിയെടുക്കുന്ന ലൂസിഫറിൻ്റെ എബ്രഹാം ഖുറേഷിൻ്റെ കഥ എന്താണെന്ന് അറിയാനും, പിന്നെ ലൂസിഫറിൽ ഉണ്ടായിട്ടുള്ള ഒരു കണക്റ്റ് ഉണ്ട്, ഓഡിയൻസുമായിട്ട് ഉണ്ടാകുന്ന ഒരു കണക്റ്റ് ഉണ്ട്. ആ കണക്റ്റ് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ സിനിമ നമ്മൾ മെയിനായിട്ട് എൻ്റെ പെർസ്പെക്റ്റീവിൽ മെയിനായിട്ട് ഞാൻ അതിനാണ് പോയിട്ടുള്ളത്. പക്ഷേ ഈ ഫസ്റ്റ് ഒരു 30 മിനിറ്റ്സ് തന്നെ ഇത്രയും വലിയൊരു ഫ്ലാഷ് ബാക്കിലോട്ട് പോയി സെയ്ദിൻ്റെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തേക്കെന്ന് വെച്ചാൽ അത് അത്രയും വേണമായിരുന്നു എന്ന് തോന്നി. അതിനുശേഷം വന്നിട്ടെന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് സിനാറിയോയിലേക്ക് വരികയും കേരളത്തിലെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കറണ്ട് സിനാറിയോ പൊളിറ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതുപോലെ തന്നെ എല്ലാ പാർട്ടിക്കാരെയും എല്ലാ പാർട്ടിയും ഒരു അളവിന് ഇതിൻ്റെ അകത്ത് വന്നിട്ട് വിമർശിക്കുന്നുണ്ട്. അവർ കറണ്ട് സിനാറിയോയിലുള്ള തമാശകളും കാര്യങ്ങളൊക്കെ അത് ഒരു സർക്കാസ്റ്റിക് വേയിൽ പറയുന്നത് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. അത് സായികുമാർ ആയിക്കഴിഞ്ഞാലും ബൈജു ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ സുരാജൊക്കെ ആയിക്കഴിഞ്ഞാലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 1 അവറിന് ശേഷമാണ് ആക്ച്വലി മോഹൻലാൽ വരുന്നത്. ലൂസിഫറിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ലൂസിഫറിനകത്ത് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഡാർക്ക് നൈറ്റ് തിയറി വെച്ച് നോക്കുന്ന സമയത്ത് എപ്പോഴും ഈ
മോഹൻലാലിൻ്റെ ക്യാരക്ടർ, അതായത് ലൂസിഫറിൻ്റെ ക്യാരക്ടർ, അതായത് സ്റ്റീഫൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളിലിങ്ങനെ വരും. പക്ഷേ എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഫാക്ടർ വരുന്നില്ല, അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് വരുന്നില്ല. നല്ലൊരു ഇൻട്രൊഡക്ഷൻ, ഹെവി ഒരു ഇൻട്രൊഡക്ഷൻ ബ്ലോക്കായിരുന്നു. പ്രൊഡക്ഷൻ ഡിസൈൻ എടുത്തു പറയണം. അവിടെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ആർട്ട് ഡയറക്ടർ മോഹൻദാസ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിലിം എഡിറ്റർ എന്ന് പറയുന്നത് അഖിലേഷ് മോഹനാണ്. കിടിലമായിട്ടുള്ള ഭയങ്കര രസമുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ബ്ലോക്കാണ് ആക്ച്വലി പൃഥ്വിരാജ് കൊടുത്തിട്ടുള്ളത്. വളരെ നല്ലത് മോഹൻലാൽ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആക്ച്വലി ഈ പടം ഒരു 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 ലാഗിലോട്ട് പോകണം. പടത്തിനുടനീളം വന്നിട്ടൊരു എന്താ പറയുക, ഒരു സ്ലോനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ലൂസിഫറിലുണ്ട്. എല്ലാവരും ലൂസിഫറിൽ ഉണ്ടായില്ലേ എന്ന് ചോദിച്ചാൽ അത് ലൂസിഫറിലുണ്ട്. പക്ഷേ ലൂസിഫറിൽ അത് സ്ട്രോങ് ഇമോഷൻസ് കൊണ്ട് ആക്ച്വലി അത് നമുക്ക് അറിയാത്ത വിധം കൊണ്ടുവരുന്നു. അത് അറ്റ് ദ സെയിം ടൈം ലൂസിഫറിൽ നമ്മൾ എലിവേറ്റ് ചെയ്യുന്ന മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് വെച്ചാൽ കഥ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ കുറേ ഫ്ലാറ്റ് ആണ്. അപ്പോൾ എലിവേറ്റ് ചെയ്യുന്ന മൂമെന്റ്സ് ഉണ്ടെങ്കിലും കൂടി അത് അത്ര ഒരു എലിവേഷനിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ആക്ച്വലി വാസ്തവം എന്ന് പറയുന്നത്. പാട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിലും കൂടി അതൊന്നും വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ടൈറ്റിൽ സോങ് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇൻട്രൊഡക്ഷൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒരു നോർമൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. നോർമലായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ഫീൽ ചെയ്തത്, പക്ഷേ നോർമൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പടം ഈ ഒരു ഫ്ലാറ്റ് സർഫേസിലെ കൂടെ തന്നെ ആക്ച്വലി ഫസ്റ്റ് ഹാഫ് പോകുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്തേക്ക് നമ്മുടെ ആ ഒരു ലൂസിഫർ വൈബിലേക്ക് പടം ഒന്നൊന്ന് ഗിയർ മാറ്റി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ തിയേറ്ററിക്കലി വന്നിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് സിനിമേൻ്റെ അകത്ത്. വൺ ഓഫ് ദ ബെസ്റ്റ് സീക്വൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ പോലും പൃഥ്വിരാജ് സംവെയർ കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. ലൈക്ക് ഞാൻ ഈ സിനിമ പുതിയതായിട്ട് കാണിക്കുന്ന ദ സെയിം ടൈം എനിക്ക് പഴയതിൻ്റെ അകത്തുള്ള വർക്കൗട്ടായ കാര്യങ്ങളൊക്കെ വേണം അത് ഉണ്ടാവും വേണമെന്ന് പറയുന്ന സമയത്തേക്ക് ആ സീൻ പ്ലേസ്മെന്റിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. കാരണം ലൂസിഫറിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഈക്വലി വന്നിട്ട് ഡിഫറെൻറ്റ് എലിവേഷൻ മൊമെന്റ്സ് വരുന്ന സമയത്ത് ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് എലിവേഷൻ മൂവ്മെന്റ്സ് വരുന്ന സമയത്ത് ലൂസിഫറിലുള്ള പോലെ തന്നെ ടോവിനോക്കുള്ള ഒരു സീൻ പോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു സീനുണ്ട്. മോഹൻലാലിനുള്ള ഫൈറ്റ് സീക്വൻസ് പോലെ തന്നെ നമുക്കൊരു അങ്ങനെയുള്ള ഒരു ടെംപ്ലേറ്റ് സെറ്റിംഗിൽ ചെറിയൊരു മിസ്മാച്ച് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതൊരു വലിയ ലെറ്റ് ഡൗൺ ആയിട്ടും ആക്ച്വലി ഈ സിനിമയ്ക്ക് മാറിയിട്ടുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ഇന്ന് നടന്നിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇൻഡിവിജ്വലി ഇനീഷ്യലി എല്ലാവരും ചിന്തിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ലൂസിഫറിൽ എന്താണോ നമുക്ക് വർക്കൗട്ട് ആയിട്ടുള്ളത് അത് എമ്പുരാനിൽ ശരിക്കും മിസ്സിംഗ് ആണെന്ന് തന്നെ പേഴ്സണലി ഫീൽ ചെയ്തു. പെർഫോമൻസിലേക്ക് വരുന്ന സമയത്തേക്ക് മോഹൻലാൽ ആസ് സ്റ്റീഫൻ ഹെവി സ്ക്രീൻ പ്രസൻസ് ആണ് പുള്ളിക്ക്. പക്ഷേ മോഹൻലാൽ ആസ് എബ്രഹാം ഖുറേഷി വാസ് എ ലെറ്റ് ഡൗൺ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ടോവിനോ തോമസ് ഒരു പെർട്ടിക്കുലർ ദിശയിലേക്ക് പോകാണ്ട് എല്ലാ ക്യാരക്ടേഴ്സും സ്പ്രെഡായി നിൽക്കുന്നത് ഈ സിനിമയുടെ വലിയൊരു പോരായ്മയായിട്ട് പേഴ്സണലി തോന്നി. കാരണം ആർക്കും എന്നിട്ട് ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ ഇതിനകത്ത് ഇല്ലാത്ത പോലെ തോന്നി. കാരണം ലൂസിഫറിലൊക്കെ വരുന്ന സമയത്ത് ഈവൻ കലാഭവൻ ഷാജോന് പോലും ഒരു ക്യാരക്ടർ ഡെപ്ത് ഉണ്ടായിരുന്നു. കലാഭവൻ ഓർഫനേജിലുള്ള ആൾക്കാർക്ക് ഒരു ക്യാരക്ടർ, അങ്ങനെയുള്ള ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഇല്ലാതെ തോന്നി. അത് കാരണം വെച്ചാൽ ഒരുപാട് ഇന്റർനാഷണലി പോയി ഷൂട്ട് ചെയ്യുന്നു. പിന്നെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഈ വാട്ടർലൂ ലൈനൊക്കെ വന്നിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന അതൊക്കെ ഇമ്പാക്റ്റ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. അത്രയും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഇമ്പാക്റ്റ്? ഒരു ലാസ്റ്റിലോട്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഈ സെക്കൻഡ് ഹാഫിൽ ഈ ഭാഗം കഴിഞ്ഞ ശേഷം ലാസ്റ്റിലോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു യൂഷ്വൽ റിവഞ്ച് സ്റ്റോറി ആയിട്ട് ആക്ച്വലി മാറുന്നത്. അതല്ല ആക്ച്വലി ലൂസിഫർ, അതല്ല ആക്ച്വലി എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഈവൻ നമ്മുടെ ഒരു നോർമൽ മൈൻഡിൽ പോലും വിചാരിച്ചിരുന്നത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ആക്ച്വലി ഒരു നിരാശ ഫീൽ ചെയ്തിട്ടുള്ളത്. അത് സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് ആ സെക്കൻഡ് ഹാഫിലേക്കുള്ള ഹൈ മൊമെന്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷവും അത് ലാസ്റ്റ് ഓട്ടം വരെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ളതും ഒരു ഭയങ്കര ഇതാണ്. പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് ഇവർ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്തത് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് പേഴ്സണലി വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും എനിക്കത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു ഹാഫ് ബേക്ഡ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമയാണ്, അതിൽ യാതൊരു തർക്കമില്ല. മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സിനിമയാണ്. പക്ഷേ എന്താണ് നമ്മുടെ ലൂസിഫർ എന്ന് പറയുന്നത് അത്രയും ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിലുള്ള മൊമെന്റ്സ്, അതായത് ഇറസ്പെക്റ്റീവ്, അത് കേരള രാഷ്ട്രീയമാണ് പറയുന്നതെങ്കിലും എല്ലാവർക്കും ഒരുപോലെ കണക്ട് ആയിട്ടുള്ള സിനിമയാണ്. അതിനെന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ആക്ച്വലി വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ആക്ച്വലി എമ്പുരാനിലേക്ക് മാറുന്നത്. ഒരു സ്റ്റാർട്ട് ആൻഡ് എൻഡ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാതിരുന്നതും വേണം എന്ന് വെച്ചിട്ട് തന്നെ L3 പോകാൻ ശ്രമിച്ചതാണോ എന്ന് എനിക്ക് അങ്ങനെയുള്ള പല ഒബ്സർവേഷൻസ് ആണ് എനിക്ക് പേഴ്സണലി ഫിലിം കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മോഹൻലാൽ എന്താ പറയുക, നമ്മൾക്ക് എല്ലാവരുടെ ഉള്ളിലൊരു ഡിഫോൾട്ട് മോഹൻലാൽ ഫാൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ വന്നിട്ട് രണ്ടാമത്തെ തവണ കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് സംസാരിക്കുന്നത്. സോ ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ലൈക്ക് ട്രെയിലർ കണ്ടതിൻ്റെ ആ ത്രില്ലിൽ രാവിലത്തെ ഷോവും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഷോവും ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി സംസാരിക്കുന്നത്. സോ അതിൻ്റെ ഒരു നിരാശ
ആക്ച്വലി ഉണ്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യേണ്ട സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒരു തവണ പോയി കാണേണ്ട സിനിമയാണ്. പക്ഷേ ലൂസിഫറിന് ഒരു 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 സോൾ ഉണ്ടായിരുന്നു. ആ സോൾ ആക്ച്വലി ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ അതിൻ്റെ റീമേക്ക് വന്നപ്പോൾ ആക്ച്വലി ആ സോൾ നഷ്ടപ്പെട്ടു നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ലൂസിഫർ 2 എന്ന് പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ആ ഒരു ഗോഡ് ഫാദർ 2 എടുത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആ ഒരു തരത്തിലുള്ളൊരു ഒരു സോൾ മിസ്സിങ്, ഒരു ആ ഒരു ഇൻഡെപ്ത് സോൾ ഓഫ് ലൂസിഫർ മിസ് ചെയ്ത പോലെ എംബ്രാൻ ഫീൽ ചെയ്തു. എല്ലാവരും എംബ്രാൻ പോയിട്ട് തിയേറ്ററിൽ തന്നെ കാണുക. നമ്മൾ വലിയ വലിയ ബൗണ്ടറീസ് കടക്കാൻ സഹായിക്കുന്ന സിനിമയാണ്. പക്ഷേ ഇഫ് യു ആസ്ക് മീ എങ്ങനെ ഉണ്ടായിരുന്നു എംബ്രാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എംബ്രാൻ ആക്ച്വലി ആവറേജോ അല്ല അതിൽ താഴെയായിട്ടുള്ള ഒരു അനുഭവമാണ് ആക്ച്വലി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഓഫ് ദിസ് ഇതിൻ്റെ എന്താ പറയുക, വലിയ മാസ് പടം ഓവർ എക്സ്പെക്ടേഷൻ ഒന്നുമല്ല. ലൂസിഫറിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സോൾ, ആ ഒരു ആത്മാർത്ഥത ആക്ച്വലി എംബ്രാനിൽ ഉണ്ടായില്ലേ തിരക്കഥയിൽ അത് ഫീൽ ചെയ്തു. ബാക്കി എല്ലായിടത്തും ഉണ്ടാവും, ആത്മാർത്ഥതയിൽ 2 സിനിമ ഉണ്ടാവില്ല, പക്ഷേ സ്റ്റിൽ അത് ഉണ്ടായില്ലേ എന്നൊരു ഫീലാണ് ഉണ്ടായത്. സോ എല്ലാവരും പോയി കാണുക. ഡു വാച്ച് എംബ്രാൻ ഇൻ തിയേറ്റേഴ്സ്.